വടക്കു കിഴക്കൻ അതിർത്തിയിൽ തന്ത്രപ്രധാനമായ സിലിഗുരി ഇടനാഴിക്ക് സമീപം ബംഗ്ലാദേശിലെ ലാൽമോർ നിർഹാട്ട് വിമാനത്താവളം ചൈനയുടെ സഹായത്തോടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായുള്ള വാർത്തകൾ ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലെ ഏറെക്കാലമായി പ്രവർത്തനരഹിതമായ കൈലാഷഹർ വിമാനത്താവളം പുനഃസജ്ജമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. ഈ രണ്ട് വിമാനത്താവളങ്ങളുടെയും പുനരുദ്ധാരണ ശ്രമങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ലാൽമോർ നിർഹാട്ടിലെ ചൈനീസ് സാന്നിധ്യം സിലിഗുരി ഇടനാഴിയോടുള്ള സമീപനം കാരണം ഇന്ത്യ അസ്വസ്ഥമാക്കുന്നു. കൈലാഷഹർ വിമാനത്താവളത്തിന്റെ പുനരുജ്ജീവനം ചൈനീസ് സ്വാധീനത്തിനെതിരായ തന്ത്രപരമായ ഒരു മറുപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിൽ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കൈലാഷഹർ വിമാനത്താവളം ഒരു ചരിത്ര പ്രധാനമായ എയർഫീൽഡാണ്. സിലിഗുരി ഇടനാഴിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ അകലെ വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശ് അതിർത്തിക്ക് തൊട്ടടുത്താണിത്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ വിമാനത്താവളം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നിരീക്ഷണ ദൗത്യ ഏകോപന കേന്ദ്രമായി പ്രവർത്തിച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ മുക്തി ബാഹിനിയുടെ വ്യോമസേനാ വിഭാഗമായ കിലോ ഫ്ലൈറ്റ് യൂണിറ്റിന്റെ ആദ്യ വിക്ഷേപണങ്ങൾ ഇവിടെ നിന്നാണ് നടന്നത്. എന്നാൽ യുദ്ധശേഷം 1990കളോടെ സ്ഥലപരിമിതി മൂലം ഈ വിമാനത്താവളം അടച്ചുപൂട്ടി. കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തനരഹിതമായ കൈലാഷഹർ ഇപ്പോൾ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമങ്ങളിലാണ്. കൈലാഷഹർ വിമാനത്താവളം പുനഃസജ്ജമാക്കാനുള്ള നീക്കങ്ങൾ ബംഗ്ലാദേശിന്റെ ലാൽമോർ നിർഹാട്ട് വിമാനത്താവളം പുനരുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങളോടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതികരണമായാണ് വിലയിരുത്തപ്പെടുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ത്രിപുര സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ വിമാനത്താവളം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത് ത്രിപുരയിലേക്കുള്ള വ്യോമ ഗതാഗതം വർദ്ധിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ടൂറിസം വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ളതിനാൽ ഈ വിമാനത്താവളം നിരീക്ഷണം, സൈനിക വിന്യാസം, ചരക്ക് നീക്കം എന്നിവ സുഗമമാക്കും. നിലവിൽ കൈലാഷഹർ വിമാനത്താവളത്തിന്റെ റൺവേ 1000 മീറ്റർ മാത്രമാണ്. ഇത് ATR പോലുള്ള വലിയ വിമാനങ്ങൾക്ക് അപര്യാപ്തമാണ്. ഇത് പരിഹരിക്കാൻ 75 മുതൽ 205 ഏക്കർ വരെ ഭൂമി ഏറ്റെടുത്ത് റൺവേ വിപുലീകരിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും എയർപോർട്ട് അതോറിറ്റി പദ്ധതിയിടുന്നു. ബംഗ്ലാദേശിന്റെ വടക്കൻ ജില്ലയായ ലാൽമോർ നിർഹാട്ടിലെ വിമാനത്താവളം സിലിഗുരി ഇടനാഴിയിൽ നിന്ന് വെറും 132 കിലോമീറ്റർ അകലെയും ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 15 മുതൽ 20 കിലോമീറ്റർ മാത്രം അകലെയുമാണ്. 1931 സൈനിക വ്യോമത്താവളമായി നിർമ്മിക്കപ്പെട്ട ഈ എയർഫീൽഡ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യകക്ഷികൾ ബർമയിലെയും ദക്ഷിണേന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. 1166 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വിമാനത്താവളത്തിന്റെ റൺവേ 4 കിലോമീറ്റർ നീളമുള്ളതാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷം ഈ വിമാനത്താവളം ബംഗ്ലാദേശ് വ്യോമസേനയുടെ ആസ്ഥാനമാക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ഇന്ത്യയുടെ എതിർപ്പും ഭൗമശാസ്ത്രപരമായ തന്ത്രപ്രധാനമായ സ്ഥാനവും കാരണം ഈ നീക്കം ഉപേക്ഷിക്കപ്പെട്ടു. നിലവിൽ ലാൽമോർ നിർഹാട്ട് വിമാനത്താവളം പുനരുദ്ധരിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമങ്ങൾ ചൈനയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് നടക്കുന്നത്. ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. സിലിഗുരി ഇടനാഴി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ 7 സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ മേഖലയാണ്. 200 കിലോമീറ്റർ നീളവും 20 മുതൽ 60 കിലോമീറ്റർ വീതിയുമുള്ള ഈ ഇടനാഴി നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവയോട് ചേർന്ന് കിടക്കുന്നു. ലാൽമോർ നിർഹാട്ട് വിമാനത്താവളം ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വളരെ അടുത്താണ്. ചൈനയുടെ സഹായത്തോടെ ഇത് പുനരുദ്ധരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ചൈനീസ് സാന്നിധ്യം ഇന്ത്യയുടെ സൈനിക നിരീക്ഷണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനോ തടസ്സപ്പെടുത്താനോ ഉപയോഗിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ലാൽമോർ നിർഹാട്ട് ചൈന ബംഗ്ലാദേശ് സഹകരണത്തിന് മറുപടിയായാണ് കൈലാഷഹർ വിമാനത്താവളം പുനഃസജ്ജമാക്കാനുള്ള ഇന്ത്യയുടെ തീവ്ര ശ്രമങ്ങൾ. ഈ വിമാനത്താവളം ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ളതിനാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും തന്ത്രപരമായ നേട്ടങ്ങൾ നൽകും. അതിർത്തിയിലെ ശത്രു പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും സൈനിക വിന്യാസവും വിഭവ സമാഹരണവും വേഗത്തിലാക്കാനും ഇത് സഹായിക്കും. അതേസമയം ഇന്ത്യ ലാൽമോർ നിർഹാട്ടിന്റെ പുനരുദ്ധാരണത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കൈലാഷഹറിന്റെ പുനരുജ്ജീവനം ദേശീയ സുരക്ഷ മുൻനിർത്തിയുള്ള ഒരു പ്രതിരോധ തന്ത്രമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ലാൽമോർ നിർഹാട്ട് വിമാനത്താവളം ബംഗ്ലാദേശിന് തന്ത്രപരമായ നേട്ടങ്ങൾ നൽകാൻ സാധ്യതയുള്ള ഒരു കേന്ദ്രമാണ്. അന്താരാഷ്ട്ര വ്യോമയാന പദ്ധതികളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഈ വിമാനത്താവളം
ബംഗ്ലാദേശിന്റെ വടക്കൻ ജില്ലകളിലെ വ്യാപാര വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കും. കൈലാഷഹർ വിമാനത്താവളത്തിന്റെ പുനരുദ്ധാരണത്തിന് പുറമെ ഇന്ത്യ മറ്റ് പ്രതിരോധ നീക്കങ്ങളും സജീവമാക്കിയിട്ടുണ്ട്. വിശാഖപട്ടണത്തിന് സമീപം റാംപില്ലി ഗ്രാമത്തിൽ ഈസ്റ്റേൺ നേവൽ കമാൻഡറിന്റെ ആസ്ഥാനത്തിന് 50 കിലോമീറ്റർ അകലെ ഒരു പുതിയ നാവിക താവളം 2026ഓടെ കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയിടുന്നു. ഇത് ശക്തമായ സബ്മറൈൻ മിസൈലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ചൈനയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് ലാൽമോ നിർഹാട്ട് വിമാനത്താവളം പുനരുദ്ധരിക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ശക്തമാണ്. ഇതിന് മറുപടിയായാണ് ത്രിപുരയിലെ കൈലാഷഹർ വിമാനത്താവളം പുനഃസജ്ജമാക്കാനുള്ള ഇന്ത്യയുടെ തീവ്ര ശ്രമങ്ങൾ. ഈ വിമാനത്താവളം വ്യോമഗതാഗത വർധനവിനും ടൂറിസം വ്യാപാര സാധ്യതകൾക്കും വഴിയൊരുക്കുമെങ്കിലും അതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനെതിരെ ഇന്ത്യയുടെ പ്രതിരോധ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് കൈലാഷഹർ. ഈ 2 വിമാനത്താവളങ്ങളുടെയും പുനരുദ്ധാരണം ഇന്ത്യ, ബംഗ്ലാദേശ്, ചൈന ത്രികോണത്തിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്.